എന്റെ പ്രേമ ബാധനല്ലേ കരളെ എന്റെ ചക്കര മോളലടി എവിടെന്നാ വൃത്തിയുടെ ശബ്ദം? എന്റെ അല്ലാട്ടോ. ഒരു തെണ്ടി ഡിസ്റ്റർബ് ചെയ്താ മോളെ. എനിക്ക് ദുബായിക്കൊന്ന് വിളിക്കണല്ലോ. ഇൻകമിങ് സംസാരിച്ചോണ്ടിരിക്ക, സമയം എടുക്കും. ചേട്ടൻ ഇപ്പൊ പോയിട്ട് രാത്രി വാ. രാത്രി വിളിച്ചപ്പോ അത് കാശാവുള്ളൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, അതിലും വലിയ അത്യാവശ്യ. അവരുടെ ലൈഫിന്റെ പ്രശ്നം. ചേട്ടനോട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബൂത്തുണ്ട്, അവിടെ പോയി വിളിച്ചോളൂ. എന്നാ പിന്നെ എനിക്ക് ദുബായിക്ക് നേരിട്ട് പോയി പറഞ്ഞൂടെ? എന്നാ പിന്നെ അതാ നല്ലത്. ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും, പ്ലെയിനിന്റെ കാശാവുള്ളൂ. ഇവനെയൊക്കെ ആരുടെ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്? നിന്റെ അപ്പനടാ പട്ടി. ഒരുമ്മ ഞാനും ഒച്ചോ സ്നേഹമില്ലാത്ത കുട്ടി. 12:55 കൊച്ചി സിദ്ധാർത്ഥയിൽ ആലിസ് വിളിക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ആരാ? ഇപ്പൊ വിളിച്ചത് കലാനിലയത്തിലെ നിമ്മിയല്ലേ? ഓ, നിന്റെ ഒരു യോഗം. ചന്ദ്ര, എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഒന്ന് കേക്കട്ടാ. ഈ കാമുകനും കാമുകനും തമ്മിലുള്ള സല്ലാപ രഹസ്യം പുറത്തു പറയാൻ പാടില്ല കുഞ്ഞാ. എടാ, ഞാൻ ഈ ബൂത്ത് നടത്തുന്നത് തന്നെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വരുന്നത് ഈ ബൂത്തിലാ. കാമുകി കാമുകന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ എനിക്കൊരു കുളിരാ. കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടി മാറും. എന്താണ് അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അതിന്റെ പേരിൽ പറയാ, പുറത്താരോടും പറയരുത്. അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. കമലഹാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. 12:50 ആലീസ്. കമലഹാസനം ചെല്ല്. 4 ആള് വിളിക്കാൻ വരുന്ന സമയാ. ഇപ്പൊ തന്നെ കയ്യിൽ ദുബായി പോയി. കരിക്കട്ട പോലെ ഇരിക്കണേ. എന്നിട്ട് അവനും പെണ്ണ്. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പേടിപ്പിച്ചു കളഞ്ഞു. ഓ, ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയില് വെള്ളായിരിക്കും. ഹലോ, എന്താ കുഞ്ഞ ഒറ്റയ്ക്കിരുന്ന് സൗന്ദര്യം കാണുക? ഇന്നലെ ഫേഷ്യൽ ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ചെറിയൊരു കരിവാളിപ്പ്. ലക്ഷ്മി കുഞ്ഞിന് സുഖം തന്നെയല്ലേ? അച്ഛന് സമയാസമയങ്ങളിൽ കള്ളമാരൊക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ഫോൺ ചെയ്തോട്ടെ. വിളിച്ചോളൂ വിളിച്ചോളൂ. വീട്ടിലെ ഫോൺ തകരാറിലായി കാണുമല്ലേ? കുത്തിക്കോളൂ കുത്തിക്കോളൂ. ഹലോ, ഞാനാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എല്ലാം കുഴപ്പമായി. ആ കോളേജിൽ നിന്ന് അച്ഛൻ എന്റെ TC വാങ്ങി എന്നെ വിമൻസ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. ഇനി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കോളേജ് ബസ് കയറിയാ നേരെ കോളേജിനകത്ത് ചെന്നിറങ്ങണം. ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നിന്നെ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പ്രസാദിന് കാണണമെന്ന് തോന്നിയാ കണ്ടിരിക്കും. ദേ, കോളേജിൽ വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. അപ്പൊ ഇനി മുതൽ നിന്നെ കാണാൻ സംസാരിക്കുന്നു വേണ്ടെന്നാണോ? അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഞാൻ എന്നും ഇതുപോലെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം. ഒരു മിനിറ്റ്, ഇവിടുത്തെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ കൊടുത്തോളൂ. ഇതൊരു STD ബൂത്തിലെ നമ്പറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, എല്ലാവരും എന്നെ വിളിക്കുന്നത് കുഞ്ഞെന്നാ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. താൻ തന്നെ എന്തെങ്കിലും വിളിക്കേ. അവിടുത്തെ നമ്പർ പറയും. 33415. രാവിലെ 8:30 മണിയോടെ ഇവിടെ വിളിച്ചാൽ മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ പാസ് ചെയ്തോളാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനുള്ള വിവരം അദ്ദേഹം അറിഞ്ഞാ എന്റെ ഷേപ്പ് മാറ്റും. ഇപ്പൊ തന്നെ ദൈവം ഷേപ്പ് മാറ്റിയാ വിട്ടിരിക്കുന്നേ. ഇന്നെ ഷേപ്പ് മാറിയാ ചിലപ്പോ പരിചയക്കാരും അല്ലെന്നെ തിരിച്ചറിയൂല. ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാനെന്നും വിളിക്കും. വിളിച്ചാൽ ലക്ഷ്മി എനിക്ക് കിട്ടിയിരിക്കണം, മനസ്സിലായല്ലോ? ഓ, ആള് ഭയങ്കര ചൂടനാ. നിങ്ങളെ ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓ, ഇതിനൊക്കെ എന്തൊന്ന് താങ്ക്സ്? ഇതൊക്കെ എനിക്കൊരു ത്രില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി. കാശ് വേണ്ടെന്ന വാസുനാരുടെ ഓശാരം വേണ്ട.
അമ്മേ അതിന് ഞാനെന്തിനാ പേടിക്കുന്നേ? നീ ഒരുത്തൻ സാക്ഷി പറഞ്ഞുകൊണ്ടല്ലേ അയാൾ ജയിലിൽ പോയത്. അയാൾ തന്നെ വിടുവാ. ചേടാ, കണ്ട കാര്യം മനുഷ്യന് കോടതി പറയാൻ പാടില്ലേ? പട്ടാ പോലെ ഒരു പെണ്ണിനെ പുഴക്കരയിട്ട് നശിപ്പിക്കുന്ന കണ്ടാ കണ്ടില്ലെന്ന് പറയാൻ എന്നെ പോലെ ചങ്കുറ്റുള്ള ആണുങ്ങൾക്ക് പറ്റുമോ? എടാ, അവന്റെ സ്വഭാവം നിനക്കറിയില്ല. ഈ ഗ്രാമം മുഴുവൻ അവന്റെ പേര് കേട്ട പേടിച്ച് വിറക്കും. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്കണ്ട അവന് പ്രാന്താ. ആ പ്രാന്തക്കാരന്റെ അമ്മയുടെ പെണ്ണെടുത്ത് മതി. ഇവിടെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അവനെങ്ങാനും ഇതിന്റെ പേരിൽ കണസാവസ്ഥ പറഞ്ഞ എന്റെ അടുത്ത് ഒന്നല്ല ചവിട്ടുകുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുമല്ലേ? കർത്താവ് എന്ത് പറഞ്ഞ ഇവനെ മനസ്സിലാക്കുക. എടാ, നീ ഒന്ന് ബൂത്ത് പൊട്ടി പോട കുഞ്ഞ, വെറുതെ ചാകാൻ നിൽക്കണ്ട. ഓ എന്റെ തോമേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നെഞ്ചും പിരിച്ചെടുക്കുന്ന ആണുങ്ങളല്ലേ? ഒന്നുകൂടെ മാറിക്കേ, കട പൊട്ടിക്കോട്ടെ. പൊട്ടിക്കോ. ഞാൻ പോയി ഫോൺ ബില്ല് അടച്ചിട്ട് വരാം. ആ വാസു അന്വേഷിച്ച് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് എന്തിനാ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കണേ? നീ വേഗം പോയിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ചത്തേക്ക് ആയിക്കോട്ടെ. ഞാനേ പഴനിക്ക് പോയിട്ട് വരുന്ന വഴി വേളാങ്കണ്ണി പോയി ഒരാഴ്ചത്തെ പാട്ടുകുർബാനിൽ പങ്കെടുത്തത് വരുള്ളൂ എന്നോട് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അവനോട് എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അടിച്ചു ഞാൻ കട പൊട്ടുന്നില്ലേ എന്നാ അവിടെ? വാസുണ്ടല്ലോ, ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ. വാസ്തുവിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ അല്ലേ തോമേട്ടാ? വാ, നമുക്ക് അവിടെ ഒരു ചായ കുടിച്ച് സംസാരിക്കാം. ജയിലിലെ വിശേഷങ്ങളൊക്കെ. ജയിലിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് വിളിക്കാൻ കേട്ടോ. വേണ്ട വാസു, അവൻ പാവമാണ്. വേണ്ട വാസുണ്ട. തല്ലല്ലേ വാസുവേണ്ട. പോലീസുകാർ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയണ്ട. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ വാസുവേണ്ട. എന്താടോ പോയി നോക്ക്. എന്ത് നടന്നത്? എഴുന്നേറ്റ് കിടക്കാൻ ജീവനില്ലാത്ത പാവത്തിനെ തല്ലുന്നു. കേരള വണ്ടിലോട്ട്. നീ പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ? എന്താടോ? ഞങ്ങൾ വാസുവിനെ കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ വാസുവിനെ പോലുള്ള ക്രിമിനൽസിനെ വളർത്തുന്നത്. ഇവരൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവനെയൊക്കെ സംരക്ഷിച്ചല്ലേ പറ്റൂ. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ബോംബെറിയാനും പോകുന്നതിന്റെ കടപ്പാട് അല്ലേ? സാർ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? ഈ കേസിൽ വാസുവിനെതിരെ റിട്ടേൺ ആയിട്ട് ഒരു കംപ്ലൈന്റും ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ലെന്നാ ഞങ്ങളുടെ അറിവ്. മാത്രമല്ല, വാസു ഉപദ്രവിച്ചു എന്ന് പറയുന്ന വികലാംഗൻ തനിക്ക് പരാതിയില്ലെന്ന് എഴുതി തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുക്കു വക്കീലേ. എല്ലാ കേസിലും നിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ
ആളുണ്ടാവില്ലെന്ന് ഓർത്തോ. വാസു കേസുണ്ടാക്കാറുണ്ട്, പോലീസ് പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ തല്ലുകൊള്ളുന്നത് ആദ്യമാ. പോട്ടെ സാറേ. പടച്ചമ്പുരാനെ കരുനീലിച്ച് കിടക്കണത് കണ്ടില്ലേ? ആ ദുഷ്ടന്റെ തലയിൽ ഇടുത്തി വീഴുള്ളൂ. എനിക്കൊന്നുമില്ല അമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലണ പോലെയല്ല അവൻ തല്ലിയത്. എന്നിട്ട് പാർട്ടിക്കാർ വന്ന് പറഞ്ഞപ്പോ പരാതി ഇല്ലാതെ എഴുതി കൊടുത്ത്. പരാതി കൊടുത്ത അയാൾ അകത്ത് പോയാ പിന്നെ ഇറങ്ങുമ്പോ അതിന് വേറെ ഇടി കിട്ടും. കിട്ടാനുള്ളതോ കിട്ടി. ഇനി അടുത്തതും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ തോമേട്ടാ? എന്തോമ്മ? എന്നാലും എന്റെ മോനെ ഉമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഈ ഉമ്മയുടെ കരച്ചിലാണപ്പോൾ എനിക്ക് പിന്നെ സങ്കടം പറഞ്ഞേ. ദേ പിന്നെയും കരയിടും. ആ ഉമ്മ രാവിലെ ജമാലിന്റെ ഫോൺ വന്നിരുന്നു. അവൻ ചിലപ്പോ പെരുന്നാളിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് നേരാണ്. ലീവ് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓന്റെ സ്വരം കേട്ടിട്ട് കാലം എമ്മിണിയായി. എന്തായാലും അവനിനി പെരുന്നാളിന് വരൂല്ലോ. വെള്ളത്തിന്റെ ചൂടാറി, നമ്മൾ പോയി ചൂടാക്കിട്ട് വരാം. ഞാൻ വിഷയം മാറ്റിയതാ. ഉമ്മാനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ജമാലിന്റെ കാര്യം പറഞ്ഞ. എത്ര കാലമെന്ന് വെച്ചാ ഉമ്മാനോട് ഇങ്ങനെ കള്ളം പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഉമ്മ കാത്തിരിക്കണ ഉമ്മാടെ മോൻ മരിച്ചുപോയെന്ന് പറയണം. ദുബായിക്ക് പോകാനുള്ള മോഹമായിട്ട് ബോംബെ ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പോ റെയിലിൽ തലവച്ചൊരു ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ എങ്ങനെ? എനിക്കിങ്ങനെ പറ്റിയിട്ടുമല്ലോ ഉമ്മയ്ക്ക് സഹിക്കണില്ല. അപ്പൊ പിന്നെ ഉമ്മയുടെ മോൻ ജീവിച്ചിരിപ്പില്ലെന്നറിഞ്ഞ ഉമ്മാടെ കണ്ണീരാണ്. എനിക്ക് വയ്യ തോമേട്ട. 3.99 മുഴുവൻ ചില്ലറയാണല്ലോ. പിച്ചക്കാരനാണോ? പിച്ചക്കാരന്റെ അപ്പനാടാ. വെറുതെ ദൈവം നിനക്ക് കൂലാന്ന് തേണ്ടി. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. അയ്യോ, ബസ് വരും. ഇപ്പൊ വേണം. ആരും കാണില്ല. വാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാനാ, അതും സർക്കിളിന്റെ മോള്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. വേഗം വരണം, ബസ് പോരും. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചോ? ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. പ്രസാദ് സാറ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വന്നാലുടനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. വേഗം വിളിച്ചോളൂ. ഓ, അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. ഹലോ, ഇൻകമിങ് എനിക്കാണോ? അല്ലെ തറവാട്ട് പറഞ്ഞോടുള്ളതാ. ഹലോ, കുഞ്ഞൻ STSD ബോത്ത്. ആ, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. എത്ര പ്രാവശ്യം വിളിക്കണു? എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. കുറച്ചു നാളത്തേക്കെങ്കിലും കാണാതിരിക്കുന്നതാ നല്ലത്. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നറിഞ്ഞ എന്റെ പഠിപ്പ് നിർത്തുന്നു അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട. ഞാനിന്ന് നിന്റെ കോളേജിലേക്ക് വരും. പ്രസാദ്, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അയ്യോ, ബസ് വന്നു. ഹലോ ഹലോ ഹലോ. ആ, കോളേജ് ബസ് വന്നുകൊണ്ട് ലക്ഷ്മി കുഞ്ഞ് പോയി. പോയോ? എനിക്ക് അവിടെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രസാദ് സാറ് വിഷമിക്കണ്ട. നിങ്ങൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ ശരി. ഹലോ, ഞാൻ പ്രസാദ്. മനസ്സിലായി. വിമൽകുമാർ അല്ലേ? ഇരിക്കും. താങ്ക് യു.
ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽ കുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. പൂച്ചക്കണ്ണാണല്ലേ? 4 കാലിലെ വീഴു. ആ ദേ ആളെത്തിയല്ലോ. സാറ് പോയി അകത്തിരുന്നോ, ഞാൻ പോയി വിളിച്ചോട്ട് വരാം. ഇരിക്കണ കണ്ടില്ലേ കള്ളൻ. ഒരു എക്സ്ക്യൂസ് മീ, ലക്ഷ്മി കുഞ്ഞിന് വീട്ടിൽ അമ്മ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യാ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും. ബൂത്തിലെ നമ്പർ ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടെ. അമ്മയ്ക്കോ അച്ഛനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും കൊടുത്തോളൂ. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ബോയ് ഫ്രണ്ട് ഇല്ല ഈ വിഷമിക്കുന്ന എന്തിനാ? 33415 വിളിച്ചാ മതി. അവിടെ എന്തിനും പോകുന്ന നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആധാരുടെ നമ്പറാ? വിമൽ കുമാറിന്റെയാ. അതാരാ? ഞാൻ തന്നെയാ. ഞാനും നിങ്ങൾ ചെല്ലട്ടെ. വാസണ്ണോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യോ, അകത്തൊരു IST കോള് വിളിച്ചോണ്ടിരിക്ക. അണ്ണന് ചായ വേണ്ടി കണ്ട, നമുക്ക് ഓരോ കടിയായാലോ? മാറാ വാസണ്ണ. ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. വേണ്ട വാസണ്ണ, വിട്ടേക്ക്. സർക്കിളേമാന്റെ മോളാ. ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ? വാസണ്ണ, ഞാൻ കാല് പിടിക്കാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി. ഭാഷണം തല്ലിട്ട് പോയേ? ആരോടും പറയണ്ട, എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചാണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. പെട്ടി കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ജീപ്പിന്റെ വീല് പഞ്ചറാകേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പറയാറുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല, സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ പാവം, കണ്ണിലെന്ന് തോന്നണ്. എന്തിനാ കണ്ണ്? ഈ ആലിലക്കണ്ണ് എനിക്കിഷ്ടമായി. ഞാനിപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ICU 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ ചുമയ്ക്ക് ഒരു കുറവില്ലല്ലോ. ഈശ്വര, കൈ പൊള്ളണു. അച്ഛൻ കിടക്ക്, ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. കാശിനല്ലേ അരി വാങ്ങിച്ചത്? അച്ഛൻ കിടക്ക്, കാശ് ഞാൻ ആരോടെങ്കിലും വാങ്ങിക്കോളാം. കിടക്കച്ച. വടയെന്ന് കൊടുക്കട്ടെ? വട വേണ്ട. പഴോ വേണ്ട. സിംഗിൾ പഴം വേണ്ടോ? ഓ, എന്താ വേണ്ടേ? അച്ഛന് തീരെ സുഖമില്ല, മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് കാശ് തരുമോ? തിന്നാനാ കുടിക്കാനോ വേണമെങ്കിൽ വല്ലതും തരാം, കാശൊന്നുമില്ല. പുതിയ ഇറക്കുമതിയാണെന്ന് തോന്നുന്നു. ആ പുറമ്പോക്കിൽ കുറെ എണ്ണം വന്ന് തമ്പടിച്ചിട്ടുണ്ട്. കയ്യിലെന്ത് പണ്ടാരം കിട്ടിയാൽ അടിച്ചോണ്ട് പോകും. ചെമ്പകശ്ശേരി 5 മാലയിൽ അടിച്ചോണ്ട് പോയി. ഹലോ, കുഞ്ഞൻ സയ്യസ് ടെസ്റ്റിലെ ബോത്ത്
ഹലോ ആരാ? ഞാനിവിടെ ഇരിക്കുന്നോട്ട് തോന്നാണോടാ, വച്ചിട്ട് പോടാ പറ്റി ഫോൺ. കുഷ്ഠരോഗാശുപത്രിയാണോന്ന്? ഇവനൊക്കെ കുഷ്ഠമെന്ന് ചാവുള്ളൂ, പന്നി. എന്റെ കണക്കും തെറ്റിച്ചു. ഇവിടെ ആരും ഇല്ലേ? ആ ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. ദേ. അച്ഛന് മരുന്ന് വാങ്ങണായിരുന്നു, കുറച്ച് പൈസ തന്ന് സഹായിക്കൂ. അത് ശരി. അപ്പൊ കാർഡൊന്നും അടിച്ചില്ലേ? കാർഡോ? അതെ. എന്റെ അച്ഛൻ തടിമില്ലിൽ തടി അറുത്തോണ്ടിരിക്കുമ്പോൾ തടി വീണ് തടി കേടായി ആശുപത്രിയിലാണ്. തടിമാടന്മാരായ 3 ആങ്ങളമാരുണ്ടെങ്കിലും ആ 3 പേര് മന്ദബുദ്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡടിച്ച് കൊടുത്തിട്ടല്ലേ ഇതുപോലെയുള്ള തട്ടിപ്പ്. അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ, എന്റെ അടുത്ത് വേണ്ട. അയ്യോ, ഞങ്ങൾ അത്തരക്കാരല്ല. എന്തിനാ ഇങ്ങനെ കൈനീട്ടാൻ നടക്കുന്നേ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, കാണാനും കൊള്ളാം. എവിടെങ്കിലും പോയി വീട്ടു ജോലി ചെയ്ത് ജീവിച്ചൂടെ? കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആരാ വീട്ടുജോലി തരണേ? കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ഇയാൾ രാവിലെ പത്രം വായിക്കും, രാത്രി ടിവിയും കാണും. എന്തിനാ മോളെ എന്റെ അടുത്ത് ചുമ്മാ നമ്പർ ഇറക്കുന്നേ? ഞാനൊരു എസ്റ്റിഡി ബുക്ക് നടത്തുന്നതന്നെ, എന്റെ ഫുൾ നമ്പറാ. ഈശ്വര, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നുണ്ടോ? ശരി, കണ്ണിന് കാഴ്ചയില്ല എന്ന് ബോധ്യം വന്നാ ഞാൻ കുട്ടിയെ സഹായിക്കാം. അതിനൊക്കെ ചില നിസാര ടെസ്റ്റുകളേ ഉള്ളൂ. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ഈ ടെസ്റ്റ് പോരാ. എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം. ഇയാള് പെണ്ണാണെങ്കി ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും. ഇതെന്റെ പുതിയ ടെസ്റ്റാ, ഞാനിപ്പോ കണ്ടുപിടിച്ചോളൂ. ഞാനാ ഇവിടുത്തെ ആളാ, സ്ലിപ്പായി ടച്ച് ആയതാ. എന്ത് പോക്ക് തറടി കാണിക്കണ? നിന്റെ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പിടിച്ച് ചത്ത ആരുത്തരം പറയോടാ? അല്ല കല്ലിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീയാണ ഉമ്മറ ഉമ്മച്ചന ഉമ്മങ്കോശിയ. നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ. അങ്ങനെ നീ പറയുമ്പോ ഉമ്മക്ക് എന്നെ കിട്ടില്ല. ആ ഉമ്മയല്ല, നിന്റെ ഐശുമ്മനൊന്ന് കാണട്ടാ. ചതിക്കല്ലേ ചന്ദ്ര, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല, ഇത് മറ്റാരും അറിയരുത്. വടി 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 വടി. ദൈവത്തെ ഓർത്ത് കുഞ്ഞ് കരയല്ലേ, ഞാൻ പറഞ്ഞില്ലേ അറിയാണ്ട് കൈതൊട്ട് മേത്ത് കൊണ്ടതാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചന്ദ്ര. എന്നിട്ടെന്തിനാ ഇന്നലെ ഞാൻ 200 കറഞ്ഞു വെച്ചപ്പോ നിനക്കെന്ത് ഗമയായിരുന്നു? ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം ലജ്ജാവഹം. കുട്ടി കരയല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കുട്ടി കാര്യം അറിയാതെ ഇങ്ങനെ കരയരുത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്തത് കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി, കുട്ടി എന്നോട് ക്ഷമിക്കണം. പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പറത്തുന്ന കാലം അത്, അതുകൊണ്ട് പറ്റിപ്പോയതാ. ശരിക്കും അച്ഛൻ എന്താ അസുഖം? നല്ല പനിയും വിറയലും ഉണ്ട്. മരുന്ന് കഴിച്ച അച്ഛന്റെ അസുഖം മാറിയാലേ തെരുവില് സർക്കസ് നടത്താൻ ഒക്കൂ. നിങ്ങൾ സർക്കസാരാ? നമ്മുടെ പുറമ്പോക്കിലൊന്ന് ടെന്റ് അടിച്ചിരിക്കുക. എന്താ കുട്ടിയുടെ പേര്? ചെമ്പകം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? അച്ഛന്റെ അസുഖം കുറയാണെങ്കിൽ പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ വളരെ ഉപകാരം. ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ ആക്കാം. വേണ്ട, എന്റെ വടിയുണ്ട്. വേഗം പോയിക്കോളൂ, മരുന്ന് വാങ്ങിയാൽ ടെക്കനെ എത്തിക്കോളാം. അങ്ങനെ ഇയാള് മരുന്ന് വെട്ടി ടെക്കനേന്ന് എത്തണ്ട, ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് കൈരരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാൽ പോയാൽ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ പാവം, ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടം, ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ. എന്ത് ചെയ്യാനാ? ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ. എന്തിനെന്നോട് ക്രൂരത കാണിച്ച്? പാട്ടി എന്നെ വിളിച്ചോ?